ഹലോ ഫ്രണ്ട്സ്, തിങ്കൾ ടിപ്സിൻ്റെ തിങ്കൾ ഗാർഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് അടിപൊളി കുറേ പ്ലാന്റ്സിൻ്റെ വീഡിയോസുമായിട്ടാണ് വന്നത്. കുറേ പേർ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, പ്ലാന്റ്സിൻ്റെ വീഡിയോസിൽ റേറ്റ് ഇടുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ. കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ്, ക്ഷമിക്കുക. പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. പിന്നെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. ഇതെല്ലാം നമ്മുടെ എക്സോറയുടെയും ജീനയുടെയൊക്കെ പ്ലാന്റ്സുകളാണ്. നമുക്കിനി വീഡിയോസ് നല്ലതുപോലെ ഒന്ന് കണ്ടു നോക്കാം. ഇത് നമ്മുടെ കോളീസിൻ്റെ വെറൈറ്റിയാണ്. ഇത് തിക്കായിട്ടുള്ള 4-5 ഷൂട്ട് വന്ന ഒരു തൈയാണ് 15 രൂപയ്ക്ക്, അല്ലാതെ ഒറ്റ ഒരു തൈ അല്ല. അതുപോലെ നമ്മുടെ നീല കനകാംബരത്തിൻ്റെയും നല്ല തിക്കായിട്ടുള്ള 3-4 ഷൂട്ട് വന്ന തൈയാണ് 15 രൂപയ്ക്ക്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. ഇത് പിന്നെ ഒറ്റ ഷൂട്ടായിട്ടുള്ള പ്ലാന്റ്സാണ് 15 രൂപയ്ക്ക്. കാരണം അവിടെ ഇരിക്കും തോറും വീണ്ടും കുറേ ഷൂട്ടുകളൊക്കെ ആകും. അപ്പോൾ ഞാൻ ആ റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ നല്ല ഇപ്പോൾ എല്ലാം ഫ്ലവറിട്ട് കുറേ നിൽക്കുകയാണ്. അതുപോലെ നമ്മുടെ ഫേൺ വെറൈറ്റീസ് ഇതേ സെയിം പ്ലാന്റാണ്. അതുപോലെ നമ്മുടെ 10 മണി 5 ഇട്ടാലും 5 ഞാൻ കൂട്ടത്തൊന്നുമില്ല കേട്ടോ. ഫ്രീ ആയിട്ടാണ് 10 മണി വിൽക്കുന്നത്. 10 മണിയുടെ പ്ലാന്റ്സിൻ്റെ ഒന്നും റേറ്റ് കൂട്ടത്തില്ല. കുറച്ചേറെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണക്കായപ്പം കുറേയൊക്കെ നശിച്ചൊക്കെ പോവുകയാണ്. ഇത് നല്ലൊരു പിങ്ക് കളർ ഫ്ലവർ പിടിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ഇട്ടേക്കണേ. കുറച്ചേറെ തൈകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാത്തിൻ്റെയും. ഇത് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. അത് 2 ഷൂട്ട് വന്ന ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റാണ് 35 രൂപയ്ക്ക്. ഇതാണ് സെയിം. ഇത് നമ്മുടെ നമ്മുടെ ഈ അഡീനിയം പോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബൾബൊക്കെ നല്ല ഇത് കണ്ടില്ലേ, എന്ത് ചെറുതായിട്ടിങ്ങനെ വരികയാണ്. ഇത് നല്ല ഒരു തേങ്ങ പോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് വരും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അഡീനിയത്തിൻ്റെ മൂട് പോലെയാണ് ഈ പ്ലാന്റ്. നമ്മുടെ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റാണ് സെയിലിനായിട്ട്. ഇത് കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 കിലോയുടെ ചാർജ് വരും, CC ചാർജ്. കാരണം നല്ല വെയിറ്റുള്ള പ്ലാന്റാണ്. ഇത് പിങ്ക് കളർ ഫ്ലവർ പിടിക്കുന്ന ബിഗോണിയ. ഇതൊക്കെ അരേലിയാണ്. അരേലിയയുടെ ചെറിയ തൈ 15ഉം വലിയ തൈ 60ഉമാണ്. ഇത് നമുക്കിനി ഒരു 6-7 പ്ലാന്റ് കൂടിയുണ്ട്. ഇതെല്ലാം കുറച്ചേറെ തൈകൾ ഇപ്പോഴും അവൈലബിളാണ്. 25 രൂപയുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാ പ്ലാന്റ്സിനും 25 രൂപയുള്ളൂ. അതുപോലെ കുറച്ച് ഡ്രസീനിയ പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഡ്രസീനിയ, അതുപോലെ തന്നെ മരമുല്ല, എല്ലാം മരമുല്ലയുടെ ചെറിയ തൈകളെല്ലാം ഉണ്ട്. ഡ്രസീനിയയുടെയൊക്കെ ഇപ്പം എല്ലാത്തിനും 25 രൂപ, 30 രൂപ, 40 രൂപ ഇങ്ങനെയാണ് റേറ്റ്. പിങ്ക് കളർ വരുന്നത്, അതുപോലെ തന്നെ വേരിഗേറ്റഡ്, അതുപോലെ നാരോ ലീഫ് വരുന്നത്. നമ്മുടെ ഒരു വെറൈറ്റി ക്രോട്ടനാണ്. ഈ ക്രോട്ടൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള 1.25 അടിയോളം നല്ല ഹൈറ്റ് വന്ന നല്ല പോട്ടിൽ വെച്ചിരിക്കുന്ന നല്ല പ്ലാന്റാണ്. നല്ല ഭംഗിയുമാണ് കാണാനായിട്ട്. നല്ലൊരു വെറൈറ്റി പ്ലാന്റാണ് ക്രോട്ടൻ. നല്ല നീളൻ ലീഫാണ് ഇതിന്. അതുപോലെ ഈ സൈസ് ചെറിയ ക്രോട്ടൺ പ്ലാന്റ്സുകളെല്ലാം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള എല്ലാം റൂട്ടഡ് ആയിട്ടുള്ള ക്രോട്ടൻസാണ് എല്ലാം. ഇത് നല്ല വീതിയായിട്ടുള്ള ലീഫ് വരുന്ന ക്രോട്ടനാണ്. ക്രോട്ടൺ 40, 100, 25, 20. ആപ്പിൾ ക്രോട്ടനൊക്കെ 20 ഉള്ളൂ. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ളത് ബോർഡർ പ്ലാന്റ് ആണ്. ഇത് ഡക്ക് ഫീറ്റിൻ്റെ ഗ്രീൻ കളറ്, നീളൻ ലീഫിൻ്റെയാണ്. ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അല്ലാതെ ഇതിന് നമ്മുടെ ചാനലിന് അടി വന്ന് കമൻ്റ് ഇട്ടാൽ എല്ലാ കമൻറ്റുകളും ഞാൻ വായിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും നല്ല സ്നേഹം അറിയിക്കുകയാണ് കമൻ്റ് ഇടുന്നത്. കാരണം കമൻറ്റുകളെല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് റിപ്ലൈ ഇടാൻ ഫോൺ ഹാങ് ആകുന്നത് കൊണ്ടാണ്, അതുമല്ല ടൈം കിട്ടാത്തത് കൊണ്ടാണ്. ഇതൊക്കെ ഷെഫ്ലേറയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റുകളാണ് എല്ലാം. നേരത്തെ നമ്മൾ ഷെഫ്ലേറയുടെ 60 രൂപ 50 രൂപയ്ക്കൊക്കെ കൊടുത്തിരുന്നു. ഇത് നമ്മുടെ കലാത്തിയാണ്. ഒരു വയലറ്റ് ലീഫിന് അടിവശം ഒരു വയലറ്റ് കളർ വരുന്ന നല്ല ബുഷിയായിട്ട് വളരുന്ന, പെട്ടെന്ന് തന്നെ പോട്ട് ബുഷിയാവുന്ന ഒരു കലാത്തിയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. നീളൻ ലീഫാണ് ഇതിൻ്റെത്.
ഈ ലീഫിന് അടിവശം വയലറ്റ് കളറാണ്. ഒരു തൈ മതി, പെട്ടെന്ന് നമ്മുടെ പോട്ട് നല്ല തിക്കായിട്ട് വരും. റബ്ബർ പ്ലാന്റിൻ്റെ വേരിഗേറ്റഡ് ആണ്. റെഡ് ഷെയ്ഡ് വരുന്നതും വൈറ്റ് ഷെയ്ഡ് വരുന്നതും അങ്ങനെ ഈ 3 പ്ലാന്റ് കൂടിയേ ഉള്ളൂ നമുക്ക്. ബാക്കിയെല്ലാം സെയിലായി. റബ്ബർ പ്ലാന്റ് ആവശ്യപ്പെട്ട് കുറേ പേർ ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ്. ഇത് നമ്മുടെ പീനട്ട് ബട്ടറിൻ്റെ തൈയാണ്. പീനട്ട് ബട്ടറിൻ്റെ എല്ലാ തൈകളും ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. നല്ലതാണ്, ഒരു പോട്ടിൽ വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഇത് പറിച്ച് കഴിക്കാവുന്ന നല്ലൊരു ഫ്രൂട്ട്സാണ്. അതുകൊണ്ട് തന്നെ ബാസ്ക്കറ്റ് പ്ലാന്റ് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് നമ്മൾ 15 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത്. ഇനി നമുക്ക് കലാത്തിയ കാണാം. ഈ വേരിഗേറ്റഡ് കലാത്തിയ 70 റുപ്പീസാണ്. അതുപോലെ തന്നെ ഗ്രീൻ കളർ വരുന്ന കലാത്തിയ, ഈ കലാത്തിയയുടെ സെക്ഷൻ കുറച്ചേറെ നമ്മൾ റൂട്ടാകാനായിട്ട് ഒക്കെ വെച്ചിട്ടുണ്ട്. അടുത്ത മാസത്തോടു കൂടി കലാത്തിയ കോംബോ ഇടുന്നതാണ്. അതായത് കലാത്തിയ കോംബോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ കോംബോയിലെ റേറ്റ് തന്നെയാണ് നല്ല പ്ലാന്റ്സിന് ഇട്ടിരിക്കുന്ന. കലാത്തിയയുടെ ഓരോ പീസിനും ഏറ്റവും റേറ്റ് കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇതേ പ്ലാന്റ്സ് തന്നെ കോംബോയിലും വരുന്നത്. കലാത്തിയാണ്, വൈറ്റ് ഷെയ്ഡ് വരുന്ന കലാത്തിയ. ഇത് നല്ല റൂട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള കലാത്തിയാണ്. വെറൈറ്റി വയലറ്റ്, ലീഫിന് അടിവശം വയലറ്റ് കളർ വരുന്ന വെറൈറ്റി കലാത്തിയാണ്. വെറൈറ്റി എന്ന് പറയുന്നില്ല, എല്ലാ വീട്ടുകളിലും ഇപ്പം കലാത്തിയ കുറച്ചേറെ കളക്ഷൻ ഉണ്ടല്ലോ. പിന്നെ കലാത്തിയ വാങ്ങിച്ചവരുടെ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചവരുടെ കലാത്തിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കിളിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. കമൻ്റ് ഇടാൻ മറക്കല്ലേ. കോളീസിൻ്റെ വെറൈറ്റിയാണ് ബിഗോണിയ പിങ്ക് ഫ്ലവർ വരുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. പിങ്ക് റെഡ് ഒക്കെ വരുന്നതുണ്ട്. റെഡ് വരുന്നതും പിങ്ക് വരുന്നതും കടും പിങ്ക് വരുന്നതും എല്ലാം ഉണ്ട്. ഈ കോളീസ് 15 ഉള്ളൂ. നമ്മൾ ബിഗോണിയയുടെ റേറ്റാണ് 40 ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി അടുത്ത വീഡിയോസിൽ കാണാം. ബൈ.